ഒന്ന് നിൽക്കണേ. വലിയ പാട്ടുകാരിയാണെന്നുള്ള വിചാരമാണോ അതോ കോലോത്ത വല്യമ്പ്രാട്ടിയാണെന്നുള്ള ഭാവോ? മറ്റുള്ളവരെ കാണുമ്പോ ഒരു കളിയാക്കല്. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. ഇല്ലേ? ഗോക്കളമേച്ചും കളിച്ചും ചിരിച്ചും അർത്ഥം വെച്ചുള്ള നോട്ടോ. അത് ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പാട്ടല്ലേ? അധികം വിളഞ്ഞാലേ വിത്തിന് കൊള്ളില്ല. അറിയാം. തന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താ പ്രശ്നം? കുറച്ച് ദിവസമായി തമ്പുരാട്ടിക്കുട്ടിക്ക് എന്നെ കാണുമ്പോഴൊക്കെ ഒരു കളിയാക്കല്. കോലോത്തുള്ള ഭരണം അല്പം കൂടുന്നുണ്ട്. അതേ നേരേക്കാം. നീ വാ. അമ്മാവൻ മരിച്ചപ്പോ അമ്മ അല്പ ദയ കാണിച്ച് കോലോത്തും ഉണ്ടാക്കിയതിന്റെ ശിക്ഷ. പാടോ. എന്തിനാ? നമുക്കൊരു കൈ കളിക്കാം. അയ്യോ, അച്ഛൻ പോകാൻ പറയണോ തന്റെ അച്ഛൻ ഭാഗവതരോട്. താൻ വാ. തങ്കമണി, എന്താ? എച്ചിലല്ല കിടക്കുന്നത് കണ്ടില്ലേ? എടുത്ത് മാറ്റി വേഗം തുടച്ച് വൃത്തിയാക്ക്. അതിനിവിടെ ജോലിക്കാരികളുണ്ട്, അവരോട് പറയാ. കുട്ടനുണ്ടാൻ വരും. നീ അങ്ങോട്ട് ചെല്ല്. എനിക്ക് കഴിയില്ലമ്മേ, അയക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ. എന്താ എന്താ ഇവിടെ? ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ മാതിരി ക്രൂരത കാണിക്കുന്നത്. കണ്ടോ കുട്ടൻ എന്റെ മോളിലെ കൈ പൊള്ളിച്ചത്. എന്താ അന്തോലയ കുട്ടാ നീ കാണിച്ചത്? ഈശ്വര, ഇങ്ങനൊരു ജന്മം എന്റെ വയറ്റിലൊന്ന് പിറന്നു പോയല്ലോ. വേറെ ഗതിയില്ലാത്തോണ്ടാ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. കണ്ടില്ല കേട്ടില്ല എന്ന് എത്രയാ നടിക്കുക. ഇഷ്ടമില്ലാച്ച അത് പറഞ്ഞാ മതി. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഏട്ടത്തി എങ്ങോട്ടും പോണ്ട. ഇതൊക്കെ അവന്റെ സൂക്കേടിന്റെ ഒരു സ്വഭാവ. ക്ഷമിച്ചളയും. വരൂ. ചഞ്ചലാക്ഷി. ആ കണക്കൊക്കെ ഒന്ന് വേഗം ശരിയാക്കാം മാഷേ. ഇവരൊക്കെ ബോധ്യപ്പെടുത്താൻ മഹാപാടാ. ആ സുഭദ്രയ്ക്കൊരു അഭിപ്രായം, കുട്ടന്റെ ഇപ്പോഴത്തെ ചികിത്സ മാറ്റിയാലോ ഒന്ന്. ഇന്നലെയും സൂക്കട് ഇളകിത്രേ. ആ തെക്കേ മഠത്തിനെ കാണിക്കണമെന്നാ പറയണേ. ഏതായാലും കൊച്ചനെ ആ വഴിക്കാണല്ലോ പോണേ. കുട്ടനെയും കൂട്ടിക്കോളൂ. ആരെ കാണിച്ചാലും ആര് ചികിത്സിച്ചാലും അഹമ്മദിക്കും ദുസ്വഭാവത്തിനും മരുന്നില്ല. ആദ്യം സ്വഭാവം നന്നാക്കാൻ പറയാ. നാടായ നാട് മുഴുവൻ സംബന്ധം. അത് സൽസ്വഭാവമായിരിക്കും. എപ്പോ നോക്കിയാലും ആ വടക്കേപ്പാട്ടെ അമ്മാളൂമ്മയുടെ അടുത്താ, അല്ലെങ്കിൽ കാന്തള്ളൂർ ശാരത്ത്. ആദ്യം അച്ഛൻ നന്നാവണം, എന്നാലേ മകൻ നന്നാവൂ. കേട്ടോ കേട്ടാ? പറഞ്ഞത് കേട്ടോ? പറയിപ്പിക്കുക. എനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല. എന്നെ ആരും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകണ്ട തെക്കേ വെള്ളത്തിനെ കാണാൻ. ഞാൻ പോയിക്കൊള്ളാം. അതിനിങ്ങനെ ആരോട് ഇരക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എനിക്കും അമ്മയ്ക്കും ഉള്ളത് എന്താണെന്ന് വെച്ചാ ഇങ്ങോട്ട് ഭാഗിച്ചു തന്നേക്ക. ഭാഗോ? എന്ത് ഭാഗം? ഒരൊറ്റ പൈസ തരില്ല. വാങ്ങിക്കാൻ എനിക്കറിയാം. കാണണോ? വേണ്ട വേണ്ട വേണ്ട.
ആരെ കൊണ്ട് വേണമെങ്കിലും ചികിത്സിപ്പിക്കാം, എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാം. അതിന്റെ പേരിന് അച്ഛനും മോനും കൂടി കയ്യാങ്കളി നടത്തണ്ട. ഭാഗം വേണമെങ്കിൽ അതും നടത്താം. ജോത്സ്യം പട്ടേലി പറഞ്ഞ് മുഴുവൻ അങ്ങോട്ട് വലിച്ചോട്ടെ. എന്താ പക്ഷേ എവിടേക്കാ കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് രാവിലെ എഴുന്നള്ളത്ത്? ജോലി ഒന്നും ഇല്ലെങ്കിൽ അവൻ അവന്റെ വീട്ടിൽ ഇരിക്കുക, എന്തെങ്കിലും സഹായം ചെയ്യുക, അങ്ങനല്ലേ? പറ്റില്ല സാഹിബിന്. നിനക്കൊന്ന് ഉപദേശിച്ചൂടെ ഇവനെ? ഞാൻ എത്ര പറഞ്ഞതാ അവനോട്, കേൾക്കണ്ടേ? എടാ, നാണം ഉണ്ടോ നിനക്ക്? ആ ഗജപോക്കിരി തമ്പുരാന്റെ മൂടും താങ്ങി ഇങ്ങനെ നടക്കാൻ. ഒരുപാട് മോഹിച്ചു, സൗകര്യം ഉണ്ടായിട്ടല്ല. എങ്ങനെയെങ്കിലും പഠിച്ച് നേരെ ആയാൽ വയസ്സുകാലത്തൊരു ഉപകാരമാവുമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ആ പ്രതീക്ഷയില്ല. എടാ, സംസർഗം എന്നൊക്കെ പറയണത് കൊള്ളാവുന്നവരുമായിട്ട് വേണം, അല്ലാതെ ഈ നാട് കുടിക്കാൻ നടക്കുന്ന തമ്പുരാനുമായിട്ട് കൂട്ടുകൂടി. കുട്ടുന്നവരെങ്ങോട്ട് വരുന്നു? ഹരിദാസില്ലേ? അതായത് തമ്പുരാനോ? ഇങ്ങോട്ട് കയറിയിരിക്കാം, ഈ കസാലയിലേക്ക് ഇരിക്കാം. കുടിക്കാൻ എന്താണാവോ? ചായയോ കാപ്പിയോ അതോ സംഭാരോ? ഒന്നും വേണ്ട, ഹരിദാസിനെ കൊണ്ടൊരാവശ്യമുണ്ട്. ഓ, അതിനെന്താ, ഇപ്പൊ വിളിക്കാലോ. ഹരി, കുട്ടൻ തമ്പുരാൻ വിളിക്കണു. ചെല്ല്. എനിക്ക് ആ തെക്കേമടത്തിന്റെ അവിടം വരെ ഒന്ന് പോണം. ഹരിയെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അമ്മ. നന്നായി, തെക്കേമഠത്തിനെ കാണിക്കാൻ നിശ്ചയിച്ചത് വളരെ നന്നായി. സൂക്കേട് നുള്ളിയെടുക്കും എന്നാ പറയാ, അത്രയ്ക്കുണ്ട് കൈപുണ്യം. ആ, ഇനി നിന്ന് താമസിപ്പിക്കണ്ട, തമ്പുരാനോടെ ചെല്ലുക. ഓ, കൊണ്ടുപോയി കൊല്ല്. ചിരിക്കണ്ട, എപ്പോഴാ തിരിഞ്ഞു കുത്തുകയെന്ന് ദൈവത്തിനറിയാം. അപ്പൊ ഇതൊക്കെയാണ് രോഗത്തിന്റെ സ്വഭാവം. ഇനി ദിനേരികൾ എന്തൊക്കെയാ പറയാ? പ്രഭാതത്തിൽ എത്ര മണിക്ക് എഴുന്നേൽക്കും? ഒരു 8-8:30 മണിക്ക് എഴുന്നേൽക്കും. ഏഭ്യൻ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലുതേപ്പ്, കുളി, ദേവാരം ഇത്യാദി വല്ലതും പതിവുണ്ടോ? അതോ ആദ്യം കാപ്പി കുടിക്കും, പിന്നെ കുറച്ചു കഴിഞ്ഞൊരു ചായ, എന്നിട്ടേ കുളിക്കൂ. ആയ് ഭാഷളൻ. കുളിക്കുമ്പോ എങ്ങനെയാ? ഗായത്രി പതിവുണ്ടോ? ഉണ്ട്, 101. ഓ, ഭാഗ്യം. ദുശീലങ്ങൾ ഏറെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുകവലി ഉണ്ടാവല്ലോ. ആ, ചുംബൻ. സ്വതവേ മുറുക്കിനോടാണ് കമ്പം. മുറുക്കാത്ത നേരം ഓരോ ബീഡി, അത്രേ ഉള്ളൂ. നീ ആയിരിക്കും ഉപദേഷ്ടാവ്. അല്ല, എത്ര കാലായി ഈ ഭക്ഷണത്തരങ്ങളൊക്കെ ശീലിച്ചിട്ട്? എനിക്ക് ഓർമ്മയുള്ളപ്പോ മുതൽ തമ്പുരാന് മുറുക്കും ബീഡിവലിയുണ്ട്. ഭേഷ്, സാക്ഷാൽ മർക്കടം തന്നെ. മാങ്കാട്ട് കോലോത്തുനിന്ന് അയച്ച ആളായതുകൊണ്ട് തിരിച്ചയക്കണില്ല. കുറെ ചികിത്സ ഇപ്പൊ കഴിഞ്ഞില്ലേ? ഞാനൊരു ചികിത്സ പറയാം. ഒരു വിവാഹം അങ്ങോട്ട് നടത്തുക, അതും ഇതിന്റെ ഒരു ചികിത്സാവിധിയാ. ശ്ലോകങ്ങളുണ്ട് സംസ്കൃതത്തില്, കേട്ടാ മനസ്സിലാവോ? കേൾക്കണ്ട. എന്റെ അച്ഛൻ വിവാഹം കഴിച്ചെന്റെ സന്തതിയാണ് ഞാൻ. ആ, അതങ്ങനെയാണല്ലോ. അതിന്റെ ദുരിതമാണ് ഈ അനുഭവിക്കുന്നത്. എന്റെ വലിയച്ഛനറിയാമല്ലോ, വേളി കഴിച്ചിട്ടില്ല. ഒറ്റത്തടി പരമസുഖം. അതുകൊണ്ട് വേളിയല്ലാത്ത മറ്റു വല്ല ചികിത്സാവിധി ഉണ്ടെങ്കിൽ പറയാം. ഒരു പാൽക്കഷായത്തിനെ കുറിച്ച് തരാം. സമയാസമയത്ത് കഴിക്കുവോ? കഴിക്കാം. തന്റെ കാര്യമല്ലേ ചോദിച്ചേ, ഈ വികടൻ കഴിക്കോണ്ണ. ആവാം.
തലയിലും മേലും ഒരുപോലെ തേച്ച് വിളിക്കാൻ ഒരു എണ്ണയും. പക്ഷെ ഉടേറ്റിന് മുമ്പ് എഴുന്നേക്കണം. എന്താടോ? എഴുന്നേൽപ്പിക്കാം. 90 ദിവസം ഇതൊന്ന് പരീക്ഷിക്ക. മിടുമിടുക്കനാക്കി തരാം. അങ്ങനെ ആയി കിട്ടിയാ കൊള്ളാം.